തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ കൂട്ട ആത്മഹത്യാ ശ്രമത്തിന് കാരണം മാനസിക പീഡനമെന്ന് കുട്ടികൾ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കവയ്യാതെയെന്ന് പരാതി. പലതവണ പരാതിപ്പെട്ടിട്ടും ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും കുട്ടികൾ. 12, 15, 16 വയസ്സുള്ള പെൺകുട്ടികൾ അമിത അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ശ്രീചിത്ര ഹോമിൽ റാഗിംഗ് ഇല്ലെന്നും വീട്ടിൽ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന തരം സംഭവങ്ങളെ ഉള്ളുവെന്നും സൂപ്രണ്ട് ബിന്ദു വി പ്രതികരിച്ചു. ഇന്നലെ ആണ് കെയർടേക്കേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ കുട്ടികൾ വൈറ്റമിൻ ടാബ്ലറ്റും പാരസെറ്റമോളും കഴിച്ചു എന്ന് പറഞ്ഞു. ചോദിച്ചവൻ പറഞ്ഞു ഇവരിങ്ങനെ കറങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ മതിൽ ചാടാൻ വേണ്ടി നിൽക്കുകയാണെന്ന് വിചാരിച്ച് കെയർടേക്കേഴ്സ് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചെന്നു. മെസ്സിൻ്റെ ഫ്രണ്ടിൽ ഭക്ഷണം കഴിച്ചിട്ടും പോവാതെ നിന്നപ്പോൾ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പാരസെറ്റമോൾ ഒന്നിൽ കൂടുതൽ കഴിച്ചതുകൊണ്ടും ഞാൻ പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, നമുക്കറിയില്ലല്ലോ ഇത്ര ഗുളിക കഴിച്ചു എന്നുള്ള കാര്യം. എന്താണ് കാര്യം കഴിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, അതിനു വേണ്ടിയാണ് കഴിച്ചതെന്നാണ് പറഞ്ഞത്. വിവരങ്ങളുമായി VS അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ്? കുട്ടികൾ എന്തൊക്കെയാണ് ആരോപിക്കുന്നത്? അഖില, ഇന്നലെ രാത്രിയാണ് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ശ്രീചിത്ര ഹോമിൽ 3 പെൺകുട്ടികൾ 12, 15, 16 വയസ്സുള്ള പെൺകുട്ടികൾ അമിത അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ SAT ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ എത്തിച്ചപ്പോൾ തന്നെ ഇവരുടെ വയറ് കഴുകൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കുട്ടികളുമായി സംസാരിക്കുമ്പോൾ മുതിർന്ന കുട്ടികളിൽ നിന്ന് കൊടിയ റാഗിംഗ് ആണ് നേരിട്ടത്. കക്കൂസ് കഴുകിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മുതിർന്ന കുട്ടികൾ ചെയ്യിപ്പിച്ചിരുന്നു. ഇതിൽ മനം നൊന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് കുട്ടികൾ പറയുന്നത്. പിന്നാലെ തന്നെ ഇപ്പോൾ സൂപ്രണ്ടിന്റെ പ്രതികരണം കൂടി എത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ഈ ശ്രീചിത്ര ഹോമിൽ റാഗിംഗ് ഉണ്ടായിട്ടില്ല, സാധാരണ ഒരു വീട്ടിൽ കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് സൂപ്രണ്ട് ബിന്ദു വി വ്യക്തമാക്കുന്നത്. അതിനൊപ്പം ഈ കുട്ടികൾ 2 ആഴ്ചക്കാലം മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്ക് വീട്ടിൽ പോകണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഈ സൂപ്രണ്ട് പറയുന്നു. പക്ഷേ CWC ആണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ CWCയുടെ ഇക്കാര്യം ശ്രീചിത്ര ഹോമിലാണ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഹോമിലെ കൂട്ട ആത്മഹത്യാ ശ്രമത്തിന് കാരണം മാനസിക പീഡനമെന്നാണ് കുട്ടികൾ ആരോപിക്കുന്നത്. ആ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കവയ്യാതെ എന്നാണ് കുട്ടികളുടെ പരാതി. അതിൽ വിശദീകരണവുമായി അധികൃതരും രംഗത്തെത്തുന്നുണ്ട്. റാഗിംഗ് ഒന്നുമില്ല, വീട്ടിൽ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന തരം സംഭവങ്ങളെ ഉള്ളുവെന്നാണ് സൂപ്രണ്ട് ബിന്ദു വി പ്രതികരിക്കുന്നത്. VS അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്.